അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സമൂസ ഉണ്ടാക്കാനാണ്. എളുപ്പത്തിൽ അടിപൊളി സമൂസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ അതിന് മുന്നേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് സമൂസ ഷീറ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്താൽ അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവറോട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്താൽ നല്ല ക്രിസ്പിയായി നല്ല ടേസ്റ്റുമാണ്. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം. എല്ലായിടവും ഒന്ന് എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചൂട് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് അടുപ്പിൽ വെച്ച് ഒന്ന് തണുപ്പ് മാറുന്ന ചൂടാണ്. നമുക്ക് അത് ഒഴിച്ച് ഒന്ന് വിരവിയതിന് ശേഷം എത്ര വെള്ളമായെന്ന് ഞാൻ അളവെല്ലാം പറയാം കേട്ടോ. ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഒരു 3/4 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് ബാക്കി വന്നു. ഈ അളവ് മതി കേട്ടോ. ഇതുപോലെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ ഇരുന്നാൽ മതി. ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇതവിടെ ഇരിക്കട്ടെ. മസാല തയ്യാറാക്കാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയല്ല, വെളുത്തുള്ളിയാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ആദ്യത്തേത് വെളുത്തുള്ളിയാണ്, രണ്ടാമതിട്ടതാണ് ഇഞ്ചി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 സവാള കുനുകുന അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളകും കുനുകുന അരിഞ്ഞതാണ്. ഇതുകൂടെ നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. നല്ല രീതിക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയ പീസ് രമ്പയിലൂടെ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ലൊരു മണവും ടേസ്റ്റുമാണ് അത് ചേർക്കുമ്പോൾ. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയെല്ലാം നല്ല വാടി നല്ല കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് ചിക്കൻ ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് പുഴുങ്ങി പൊടിച്ച് വെച്ചേക്കുന്നതാണ്. അതുകൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഞാൻ സമൂസ ഉണ്ടാക്കുന്ന ഈ സമൂസ മേക്കറിലാണ്. 24 എണ്ണം ഒരേ സമയം ഉണ്ടാക്കാം. അതിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നേരത്തെ കുഴച്ച് വെച്ചതിന്ന് കുറച്ച് മൈദ നമുക്കെടുക്കാം. അതിൽ നിന്ന് എടുത്ത് ഇതുപോലെ ഈ ചപ്പാത്തി പലകയ്ക്കകത്ത് നമുക്ക് വെച്ചൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് മാവ് ഞാൻ തൂവിയിട്ടുണ്ട് ഇതിൽ. നല്ല വീതിയായിട്ടൊന്ന് പരത്തിയെടുക്കണമെങ്കിലേ അതിനകത്ത് വയ്ക്കാൻ പറ്റത്തുള്ളൂ.
ഇതാ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതാ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒരെണ്ണം കൂടെ നമുക്കൊന്ന് പരത്തിയതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതാ അതുകൂടെ അതാ ഒരെണ്ണം കൂടെ അതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ 4 സൈഡിൽ ഇരിക്കുന്നത് ഒന്ന് മാറ്റാം. കട്ട് ചെയ്ത് ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി നമുക്കെല്ലാം കമത്തി അങ്ങ് തട്ടിയിട്ടുണ്ട് ഞാൻ. കണ്ടോ, ഓരോന്നും ഇതൊന്ന് ഇളക്കിയെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ എല്ലാം നമുക്കിന്ന് ഇളക്കിയെടുക്കാം. ഒറ്റ ട്രിപ്പിൽ 24 എണ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതങ്ങ് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഹാഫ് തീയിൽ വെച്ച് നമുക്ക് എല്ലാം ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. റംസാൻ മാസത്തിലൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കുന്ന എളുപ്പമാണ്. നമുക്ക് എളുപ്പത്തിൽ എല്ലാ ജോലിയും ഒതുക്കാമല്ലോ. ഒന്നൊന്നായിട്ട് ഉണ്ടാക്കുന്ന നേരം ഒരു ട്രിപ്പിൽ 24 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സമൂസ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. പിന്നെ ബാക്കിയിരിക്കുന്നതോടെ നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. നമുക്ക് എന്നും വൈകുന്നേരം ഇതുപോലെ 2 എടുത്ത് ആവശ്യത്തിനെടുത്ത് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. അതും ചെയ്യാം. അപ്പോൾ എളുപ്പമല്ലേ നമുക്ക്. ഇതും ഫ്രൈ ആയിട്ടുണ്ട്. എല്ലാം കോരിയെടുക്കാം നമുക്ക്. അടിപൊളി സാധനമാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി സമൂസ എല്ലാം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. താങ്ക് യു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.